നമസ്കാരം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധത്തിന് താൽക്കാലിക വെടിനിർത്തൽ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതെല്ലാം അവസാനിച്ച് വീണ്ടും ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. എന്താണ് ഇതിന് പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് തിരക്കുമ്പോൾ നമുക്ക് ആദ്യം ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇറാൻ ചില ചരക്ക് കപ്പലുകൾ ഹോർമസ് കടലിടുക്കിൽ ആക്രമിച്ചുവെന്നും ഇതിന് തിരിച്ചടിയായിട്ടാണ് അമേരിക്ക ശക്തമായ തോതിലുള്ള ആക്രമണം നടത്തിയത് എന്നുമായിരുന്നു ലഭിക്കുന്ന വിവരം. എന്നാൽ ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ ട്രംപിനെ ഇത്രയധികം പ്രകോപിപ്പിച്ചത് മറ്റൊരു കാരണമാണ് എന്നാണ്. അത് ഡൊണാൾഡ് ട്രംപിനെ വധിക്കുന്നതിന് വേണ്ടി ഇറാൻ ഒരു കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിന് ലഭിച്ചിരുന്നു. അവർ ഇത് ഡൊണാൾഡ് ട്രംപിനെ യഥാസമയം തന്നെ അറിയിക്കുകയും ചെയ്തിരുന്നു. അദ്ദേഹം എവിടെ പോകുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി വേണം, അല്ലെങ്കിൽ അതീവ സുരക്ഷ ആവശ്യമാണ് എന്നുള്ള കാര്യവും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് ട്രംപ് ഭരണകൂടത്തെ ധരിപ്പിച്ചിരുന്നു. ഒരുപക്ഷെ ഇത് തന്നെയായിരിക്കാം അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രകോപനമുണ്ടായി ഇറാന് നേരെ അതിരൂക്ഷമായ ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ച ഘടകം എന്നാണ് ഈ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാത്രവുമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയെ വധിച്ചതിന് പിന്നാലെ തന്നെ അവിടെ കൂടിയ ജനക്കൂട്ടങ്ങളെല്ലാം തന്നെ ട്രംപിനെ കൊല്ലുക എന്നുള്ള മുദ്രാവാക്യം വിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം അതിൻ്റെ സംസ്കാര ചടങ്ങ് നടന്ന വേളയിലുമൊക്കെ തന്നെ അവിടെ തടിച്ചുകൂടി ഇറാനിലെ ജനങ്ങൾ ട്രംപിന് വധശിക്ഷ നൽകണം, ട്രംപിനെ വധിക്കണം എന്ന് നിരന്തരമായി മുദ്രാവാക്യം വിളി പോലെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ ട്രംപിനെ ഇപ്പോൾ സംശയമാക്കിയിരിക്കുകയാണ്. ഇടയ്ക്ക് നാറ്റോ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിയ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന മറ്റ് അംഗരാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാരോട് പറഞ്ഞത് തൻ്റെ ജീവൻ അപകടത്തിലാണ് എന്നാണ്. എന്നാൽ താൻ ഭാഗ്യം കൊണ്ടും വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടുമാണ് അവർക്ക് തന്നെ ഒന്നും ചെയ്യാൻ കഴിയാത്തത് എന്നുമാണ്. കൂടാതെ ഇറാൻ തന്നെ വധിക്കാൻ നിരന്തരമായി ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ട്രംപും വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലത്തും അവരുടെ ഏറ്റവും വലിയ ശത്രു ഇറാനാണ്. ഇറാനും പിന്നെ അവർ പ്രോത്സാഹിപ്പിക്കുന്ന ഹൂതി മുതലും ഹമാസും ഹിസ്ബുള്ളയും പോലുള്ള സംഘടനകളൊക്കെ തന്നെ എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ കൺകണ്ട ശത്രുക്കൾ ഈ ഇറാനും അവരുടെ തീവ്രവാദ സംഘടനകളും തന്നെയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇറാനെ നശിപ്പിക്കുക എന്നുള്ളത് നെതന്യാഹുവിൻ്റെ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ കൂടി ആവശ്യമാണ്. ഒരുപക്ഷെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ അമേരിക്ക സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക് പോവുകയാണ് എങ്കിൽ ഇറാനെ തങ്ങൾക്ക് പെട്ടെന്ന് തകർക്കാൻ കഴിയുകയില്ല എന്നുള്ള വിശ്വാസത്തിൽ ഇത് ഇസ്രായേൽ ചാരസംഘടന മൊസാദ് പറഞ്ഞു പരത്തിയ ഒരു കള്ളക്കഥയാണോ എന്നുള്ളൊരു സംശയം ഇപ്പോൾ അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ പോലുമുണ്ട്. കാരണം ട്രംപിനെ വീണ്ടും വീണ്ടും ദേഷ്യം പിടിപ്പിക്കുക, ഇറാനെതിരെ തിരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മനഃപൂർവ്വം ഇവർ ഒരു കഥ ഉണ്ടാക്കി, അതായത് ഇറാൻ ട്രംപിനെ വധിക്കുന്നതിന് വേണ്ടി കൃത്യമായ ആസൂത്രണ പദ്ധതി തയ്യാറാക്കി എന്നുള്ള ആ വാർത്ത ശരിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അമേരിക്കയിലെ ചില ഉദ്യോഗസ്ഥന്മാർക്കെങ്കിലും സംശയമുണ്ട്. എങ്കിൽ പോലും അമേരിക്കൻ പ്രസിഡന്റ് ലോകത്ത് ഏറ്റവും സുരക്ഷ ആവശ്യമുള്ള വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉപയോഗിക്കുന്ന വിമാനത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന വാർത്തകളിലൊക്കെ തന്നെ ഇത് വളരെ വ്യക്തവുമാണ്. മാത്രവുമല്ല, ഡൊണാൾഡ് ട്രംപ് ആദ്യഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് എന്ന ഇറാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക വിഭാഗത്തിൻ്റെ തലവനെ അന്ന് വധിച്ചിരുന്നു. അന്ന് തന്നെ IRGCയും അവരുടെ ഉന്നതന്മാരായ മേധാവികളും ജനറൽമാരും എല്ലാം പ്രഖ്യാപിച്ചിരുന്നത് തങ്ങൾ ഇതിന് പ്രതികാരമായി ട്രംപിനെയും വധിക്കും എന്നായിരുന്നു. പക്ഷേ ഇത്രയും നാളായിട്ടും ഇതേപോലെ രണ്ടാം ഘട്ടത്തിൽ അമേരിക്കൻ പ്രസിഡൻ്റായി വന്നിട്ടും ട്രംപിനെ ഒന്നും ചെയ്യാൻ ഇറാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ വ്യക്തി ജീവിതത്തിലേക്ക് തന്നെ വലിയ നിർണായകമായ ഘട്ടത്തിലൂടെ അദ്ദേഹം കടന്നു പോകുന്നത്. ഡൊണാൾഡ് ട്രംപിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള വാർത്തകൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. അദ്ദേഹം വളരെ ഗുരുതരമായ ചില ആരോഗ്യ പ്രതിസന്ധികൾ നേരിടുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതുപോലെ തന്നെ ഡൊണാൾഡ് ട്രംപ് ഇറാനിൽ ഇടപെട്ട രീതി ശരിയായില്ല എന്നുള്ള ഒരു അഭിപ്രായം പൊതുവെ അമേരിക്കക്കാർക്കിടയിൽ വളരെ ശക്തമായ രീതിയിൽ പടരുന്നൊരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ജീവന് ഭീഷണി ഉണ്ട് എന്നുള്ള ഇസ്രായേലിൻ്റെ ആ ഒരു മുന്നറിയിപ്പ് അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ഭരണകൂടവും സ്വീകരിച്ചത് എന്ന് തന്നെ വേണം കരുതാൻ. ഒരുപക്ഷെ അതിൻ്റെ ഒരു ദേഷ്യത്തിൽ കൂടിയായിരിക്കാം അതിശക്തമായ തോതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇറാനിൽ അമേരിക്കൻ സൈന്യം ആക്രമണം നടത്തിയത് എന്ന് തന്നെ വേണം കരുതാൻ. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പല ഭാഗങ്ങളിലേക്ക് ഇത് ആക്രമണം നടന്നിരുന്നു. ഇറാൻ്റെ പരമോന്നത നേതാവായ അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ഈ വേളയിൽ പോലും അമേരിക്ക ഇറാനിലേക്ക് ഇത്രയും രൂക്ഷമായ ആക്രമണം നടത്തിയെങ്കിൽ അത് ഒരുപക്ഷെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ വല്ലാത്ത പകയിൽ നിന്ന്, അതായത് തന്നെ കൊല്ലാൻ ശ്രമിക്കുന്ന രാജ്യത്തിന് ഒരു ശിക്ഷ കൊടുക്കാൻ വേണ്ടിയാണോ അദ്ദേഹം അത്രയും കടുങ്കൈ ചെയ്തത് എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ഏതായാലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും ഡൊണാൾഡ് ട്രംപുമായി ഈയിടയ്ക്ക് കുറച്ച് അഭിപ്രായ ഭിന്നതകളും മറ്റും ഉണ്ടായിരുന്നു. പലതവണ ഡൊണാൾഡ് ട്രംപ് സഭ്യമല്ലാത്ത ഭാഷയിൽ നെതന്യാഹുവിനോട് സംസാരിക്കുകയും അതുപോലെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴുമൊക്കെ തന്നെ
നെതന്യാഹുവിനെക്കുറിച്ച് വളരെ മോശം വാക്കാണ് ഉപയോഗിച്ചിരുന്നത് എങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് തൊട്ട് പിന്നാലെ അവർ തമ്മിലുള്ള സൗഹൃദം വീണ്ടും ഊട്ടി ഉറപ്പിക്കപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഇസ്രായേലും അമേരിക്ക ഒത്തുചേർന്ന് ഇറാനെ നേരിടുമോ എന്നുള്ള സംശയമുണ്ട്. ഇസ്രായേലിലെ പല സൈനിക മേധാവികളും പറയുന്നത് ഡൊണാൾഡ് ട്രംപ് ഒന്ന് മൂളിയാലും മതി, അതായത് ഡൊണാൾഡ് ട്രംപ് ഒരു ഓക്കെ പറഞ്ഞാലും മതി, തങ്ങൾ കൂടി അമേരിക്കയ്ക്കൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെ നേരിടാൻ തയ്യാറാണ് എന്നാണ്. ഏതായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം വീണ്ടും വീണ്ടും രൂക്ഷമാകുമ്പോഴും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും ഇപ്പോൾ മരണഭീതിയിലാണെന്നും അതിൻ്റെ പക തീർക്കാനാണ് അദ്ദേഹം ഇത്രയും വലിയൊരു ആക്രമണം ഇപ്പോൾ ഇറാനിൽ നടത്തുന്നത് എന്നുമുള്ള റിപ്പോർട്ടുകൾ അമേരിക്കൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിട്ടത് ഏവരും വിശ്വാസികളോട് തന്നെയാണ് കാണുന്നത്.